യുദ്ധം കഴിയുന്നതോടെ ഗാസ കടുത്ത പട്ടിണിയിലേക്ക് നീങ്ങുമെന്നാണ് പുതിയ റിപ്പോർട്ട്. ആക്രമണത്തിൽ തകർന്നടിഞ്ഞ ഗാസയിൽ പകർച്ചവ്യാധികൾ പടരുമെന്ന മുന്നറിയിപ്പിന് പിന്നാലെയാണ് പട്ടിണിയിലേക്ക് പോകുമെന്ന റിപ്പോർട്ടും പുറത്തുവരുന്നത്. ലക്ഷക്കണക്കിന് പേരാണ് ഗാസയിൽ ഭവനരഹിതരായിരിക്കുന്നത്. ഇവർക്ക് ആവശ്യമായ സഹായം എത്തിക്കാൻ കഴിയാത്തതാണ് നിലവിലെ പ്രതിസന്ധി. യുദ്ധം കഴിഞ്ഞാൽ ഗാസയെ കാത്തിരിക്കുന്നത് കൊടും പട്ടിണിയായിരിക്കുമെന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നു. വലിയ കെടുതികളായിരിക്കും യുദ്ധശേഷം ഗാസയിൽ ഉണ്ടാവുക എന്ന് നേരത്തെ തന്നെ സൂചനയുണ്ടായിരുന്നു. ഇസ്രയേലിന്റെ യാതൊരു പരിധിയുമില്ലാതെ ഒരു ഘട്ടത്തിൽ അമേരിക്ക പോലും വിമർശിച്ച റോക്കറ്റ് ബോംബാക്രമണങ്ങളിൽ കെട്ടിടങ്ങൾ തകർന്നിരുന്നു. ജനവാസ മേഖലയാണെന്ന പരിഗണന പോലും ഇല്ലാതെയാണ് പലയിടത്തും ഇസ്രയേൽ ബോംബ് വർഷിച്ചത്. ഇതെല്ലാം കൂടി ലക്ഷക്കണക്കിന് ഗസ നിവാസികളെ ഭവനരഹിതരാക്കി. ഇതിന് പിന്നാലെയാണ് കഴിക്കാൻ ഭക്ഷണമില്ലാതെ ഗസയിലെ ജനങ്ങൾ നട്ടം തിരിയുന്നത്. രാജ്യാന്തര തലത്തിലുള്ള സഹായങ്ങളൊന്നും ആക്രമണം തുടരുന്നതിനാൽ വേണ്ടവിധം ജനങ്ങളിലേക്ക് എത്തുന്നില്ല. യുദ്ധം ഇന്നോ നാളെയോ ഒന്നും തീരില്ല എന്ന് ഇസ്രയേൽ സംശയത്തിനിട നൽകാത്ത വിധം വ്യക്തമാക്കിയിട്ടുമുണ്ട്. ചുരുക്കത്തിൽ ലോകത്ത് ഏറ്റവും നരകിക്കുന്ന ഒരു ജനതയായി മാസങ്ങൾക്കുള്ളിൽ ഗസയിലുള്ളവർ മാറുമെന്ന് വേണം കരുതാൻ. ഇപ്പോൾ തന്നെ ഗസയിലെ ജനസംഖ്യയുടെ 1/4 അതായത് 5 ലക്ഷത്തോളം പേർ കൊടും പട്ടിണിയിലാണെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഓരോ ദിവസവും പട്ടിണിയിലാകുന്ന ജനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ നിലയിൽ രാജ്യാന്തര സഹായമായി ഭക്ഷണവും ആശ്വാസ വസ്തുക്കളും എത്തുന്നത് കൃത്യമായി എത്തിക്കാൻ കഴിഞ്ഞാൽ പോലും പട്ടിണിയിലായവർക്ക് വലിയ തോതിൽ സഹായം ഒന്നുമാവില്ല എന്ന കണക്കിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിനു മുൻപും ഗസയിൽ യുദ്ധം ഉണ്ടായിട്ടുണ്ടെന്നും അന്നൊന്നും ഇത്രയും ദുരിതപൂർണമായ സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നും UN വേൾഡ് ഫുഡ് പ്രോഗ്രാമിലെ ചീഫ് ഇക്കണോമിസ്റ്റ് ആരിഫ് ഹുസൈൻ പറയുന്നു. ഒക്ടോബർ 7 തുടങ്ങിയ യുദ്ധത്തിൽ 20,000 പലസ്തീനികളാണ് കൊല്ലപ്പെട്ടതെന്നാണ് കണക്ക്. എന്നാൽ തകർന്നടിഞ്ഞ കെട്ടിടങ്ങളിൽപ്പെട്ടവരുടെ കണക്ക് ഇതിൽ ഉൾപ്പെടുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ. അങ്ങനെ നോക്കിയാൽ മരണസംഖ്യ ഇതിലും അധികമാകും. ഗസയിലെ ഏതാണ്ട് 80% ജനങ്ങളും അഭയസ്ഥാനങ്ങൾ തേടി സ്വന്തം ദേശം ഉപേക്ഷിച്ചുപോയി. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏജൻസികൾ തുറന്ന ഷെൽട്ടറുകൾ മുഴുവൻ ജനനിബിഡമാണ്. ഇവിടെ കഴിയുന്നവർക്ക് പോലും ആവശ്യത്തിന് ഭക്ഷണം എത്തിക്കാനാവുന്നില്ല. പലർക്കും സമാധാനമായി ഉറങ്ങാനുള്ള സ്ഥലമില്ല. ഇതിനെല്ലാം പുറമെ ഗസയിലെ ആരോഗ്യ സംവിധാനങ്ങൾ മുട്ടിലിഴയുന്ന അവസ്ഥയിലുമാണ്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇസ്രയേൽ ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തിയത് ഗസയിലെ ആശുപത്രികൾക്കും സ്കൂളുകൾക്കും നേരെയായിരുന്നു. ഹമാസ് ഭീകരർ ആശുപത്രികളിൽ ഒളിച്ചിരുന്ന് ആക്രമണം നടത്തുന്നു എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രയേൽ മനുഷ്യത്വമില്ലാത്ത ഈ ആക്രമണത്തിന് മുതിർന്നത്. ആയിരക്കണക്കിന് പേർ ചികിത്സയിൽ കഴിഞ്ഞ ആശുപത്രികൾ പോലും ബോംബിട്ട് തകർത്തു. ഇതോടെ ഇപ്പോഴത്തെ ആക്രമണങ്ങളിൽ പരിക്കേൽക്കുന്നവർക്ക് ചികിത്സ നൽകാൻ സൗകര്യങ്ങളില്ലാതായി. ഒരു തുള്ളി വെള്ളത്തിനായി പോലും യാചിക്കുന്ന നിരവധി രോഗികളെയും പരിക്കേറ്റവരെയും കണ്ടതായി ആശുപത്രികളിൽ സന്ദർശനം നടത്തിയ ലോകാരോഗ്യ സംഘടനാ പ്രതിനിധികൾ വ്യക്തമാക്കുന്നു. പലപ്പോഴും ആശുപത്രിക്കുള്ളിൽ ഇരിക്കാൻ സ്ഥലമില്ലാതെ രോഗികളെയും പരിക്കേറ്റവരെയും ആശുപത്രി വരാന്തകളിലും മുറ്റങ്ങളിലുമാണ് ഡോക്ടർമാരും നഴ്സുമാരും പരിചരിക്കുന്നത്. ഇന്റർനെറ്റ്, വൈദ്യുതി ബന്ധങ്ങൾ പുനഃസ്ഥാപിച്ചെങ്കിലും കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ അവ വീണ്ടും തകർന്ന നിലയിലായി. ഇപ്പോഴെങ്കിലും ഒരു വെടിനിർത്തലോ ആക്രമണത്തിന് ഇടവേളയോ പ്രഖ്യാപിച്ചില്ലെങ്കിൽ ഗസ ശ്മശാന ഭൂമിയാകുമെന്നാണ് വിലയിരുത്തൽ. ഇതിനായി ഇടപെടണമെന്ന് ഇസ്രയേലുമായും ഹമാസുമായും നിരന്തരം ആശയവിനിമയം നടത്തുന്ന അറബ് രാജ്യങ്ങളോട് ഐക്യരാഷ്ട്ര സംഘടനാ ഏജൻസികൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. യുദ്ധം തുടങ്ങിയപ്പോൾ മുതൽ വെള്ളവും ഭക്ഷണവും നൽകുന്നത് ഇസ്രയേൽ തടഞ്ഞതാണ് പ്രശ്നം ഇത്രയും രൂക്ഷമാക്കിയത്. പിന്നാലെ മരുന്ന് വിതരണവും ഇന്ധന ലഭ്യതയും ഇല്ലാതാക്കി. കടുത്ത രാജ്യാന്തര സമ്മർദ്ദമേറിയതോടെ ഈജിപ്തിലൂടെ പുറത്തുനിന്ന് ഗസയിലേക്ക് ഭക്ഷണം എത്തിക്കാൻ അനുമതി നൽകിയെങ്കിലും യഥാർത്ഥ ആവശ്യത്തിന്റെ 1/10 പോലും എത്തിക്കാനായിട്ടില്ല. ഗസയിലെ ഈ സാഹചര്യം പർവ്വതീകരിച്ചു കാണിക്കാൻ ഐക്യരാഷ്ട്ര സംഘടന ശ്രമിക്കുകയാണെന്ന് ആരോപിച്ച് ഇസ്രയേലും രംഗത്തെത്തിയിരിക്കുന്നു. സഹായം എത്തിക്കുന്നതിൽ വീഴ്ചയില്ല എന്നും പരാതി ഗൗരവമായി പരിഗണിക്കുമെന്നുമാണ് ഇസ്രയേൽ പറയുന്നത്. അതേസമയം
ഗസ കൊടും രോഗങ്ങളുടെ പിടിയിലേക്ക് പോവുകയാണെന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് വന്നത്. പട്ടിണിയും രോഗങ്ങളും കൂടിയാകുമ്പോൾ ഗസയിലെ സ്ഥിതി എന്താകുമെന്ന ആശങ്കയിലാണ് ലോകം ഇപ്പോൾ.